ശ്രീ ശ്രീകുമാർ, കോൺഗ്രസിൻ്റെ നേതാക്കളുടെ വരവ്, അവരുടെ പ്രവർത്തനം, അവരുടെ സ്ഥാനങ്ങൾ ഇതൊക്കെ അടുത്തറിയുന്ന ആളാണ് താങ്കൾ. ഇത് ഒരാൾ ഉയരുമ്പോൾ അയാളെ തകർക്കാൻ മറ്റൊരു സംഘം വന്ന് കൂടോത്രം വയ്ക്കുന്ന ഒരു പതിവ് കോൺഗ്രസിലുണ്ടോ? ഈ സംഭവങ്ങൾ ഇപ്പോൾ 2018 VM സുധീരൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇത് അതിനു മുൻപ് തന്നെ തുടങ്ങിയതാണെന്ന് മറ്റു ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. താങ്കളുടെ ഒരു മനസ്സിലാക്കൽ എന്താണ്? നോക്കൂ സ്മൃതി, ഇതിൽ വെളിപ്പെടുത്തലുകളൊന്നും ആരും നടത്തിയിട്ടൊന്നുമില്ല. ഇതിൽ കൂടോത്രം കണ്ടെടുത്തു KPCC പ്രസിഡന്റ് K. സുധാകരൻ്റെ വസതിയിൽ നിന്ന് എന്നൊരു വീഡിയോ പുറത്തു വന്നു. അതിൽ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അവരത് ഓരോന്ന് രസകരമായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അത് പുറത്തായപ്പോൾ അത് കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി സുധാകരനെ അപായപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിലെ നേതാക്കൾ തന്നെ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ച വരികയാണ്. നോക്കൂ സ്മൃതി, ഇത് KPCCയുമായിട്ടോ കോൺഗ്രസുമായിട്ടോ ഒരു ബന്ധമുള്ള കാര്യമല്ല. ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, കോൺഗ്രസ് പ്രവർത്തകരെ ബാധിക്കുന്ന പ്രശ്നമല്ല, വോട്ടർമാരെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്, വോട്ടർമാരെ ബാധിക്കുന്ന വിഷയമാണ്. അതല്ലല്ല, ജനങ്ങളുടെ പ്രതിനിധികളായി പാർലമെന്റിലേക്ക് അടക്കം പോയ നേതാക്കൾ ഈ കൂടോത്രത്തിന്റെയൊക്കെ പിടിയിലാണെന്നും ഈ അന്ധവിശ്വാസങ്ങളുടെ പിടിയിലാണ് എന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതെങ്ങനെയാണ് അത് അവരുടെ വ്യക്തിപരമായ കാര്യം മാത്രമായി മാറുന്നത്? ഇനിയിപ്പോൾ ഇതൊക്കെ ഫലവത്താകുന്ന കാര്യം ആണോ എന്നുള്ള ചർച്ചയിലേക്കല്ലല്ലോ നമ്മൾ പോകുന്നത്. ഇതിലൊക്കെ വിശ്വസിക്കുകയാണ്. രക്ഷപ്പെട്ടു എന്ന രീതിയിലാണ് K. സുധാകരൻ്റെ പ്രതികരണം വരുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുന്നിൽ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ കുഴിച്ചിടുന്നത് ഇദ്ദേഹം അങ്ങ് തകർന്നു പോകട്ടെ എന്ന ഉദ്ദേശത്തിലായിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തന്നെ പറഞ്ഞതായി ഒരു തന്ത്രിയുടെ പ്രതികരണം വന്നല്ലോ. അവിടെ ഇതിന് തന്ത്രം അല്ലെങ്കിൽ എന്താണ് പൂജയൊക്കെ നടത്തിയ തന്ത്രി തന്നെ പറയുന്നു, മുഖ്യമന്ത്രിയാകാൻ പോകുന്ന സുധാകരനെ അങ്ങനെ ആകാതിരിക്കാനുള്ള കൂടോത്രം വെച്ചതായിരുന്നു എന്ന്. ഇപ്പോൾ ഇനി അത് പറയേണ്ട കാര്യമില്ല, പ്രശ്നമൊക്കെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇങ്ങനെ ഓരോരുത്തരും മണ്ടത്തരം വിളിച്ചു പറഞ്ഞാൽ അതിനൊന്നും ഉത്തരവില്ല. കാരണം ഇതൊരു മണ്ടത്തരമാണെന്നേ. ഏതെങ്കിലും നമ്മളൊക്കെ KPCC പ്രസിഡന്റ് ആയാലും ആരായാലും അവരൊക്കെ ശരാശരി മനുഷ്യരാണ്. ആ മനുഷ്യരൊന്നും അല്ലല്ലോ, ഒക്കെ ശരാശരി മനുഷ്യരാണ്. അവർക്ക് വിശ്വാസവും അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അന്ധമായ വിശ്വാസവും പ്രാകൃതമായ വിശ്വാസവും ഒക്കെ കാണും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരതൊക്കെ പറയും. പക്ഷെ ഔദ്യോഗികമായിട്ട് KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സുധാകരൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. കോൺഗ്രസ് നേതാക്കൾ ആരും ഇത് ഗൗരവത്തിൽ എടുത്തിട്ടുമില്ല. അല്ല, അത് എന്താ വിശ്വാസം? അതിപ്പോൾ നമ്മളാണെങ്കിലും ഒരു കാര്യം നമ്മളിങ്ങനെ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തല പോയേനെ, എൻ്റെ ഉയിര് പോയേന്നൊക്കെ നമ്മളും തമാശക്കൊക്കെ പറയും. അത് ഗൗരവത്തിലാണോ തമാശയാണെന്നുള്ളതൊക്കെ വേറെ വിഷയം. അത് K. സുധാകരൻ്റെ വ്യക്തിപരമായ വിഷയമാണ്. അതാണ് നമ്മൾ എടുത്തിട്ട് ചർച്ച ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു അബിൻ വർക്കി എന്തുകൊണ്ടാണ് പോയി പണിയെടുക്കൂ, ഈ നേരം കൊണ്ട് പണിയെടുത്താൽ കുറച്ച് പാർട്ടിയിൽ വളർച്ചയുണ്ടാകുമെന്ന് അബിൻ വർക്കിക്ക്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്, കോൺഗ്രസ് നേതാക്കളെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അല്ല, അബിൻ വർക്കി മാത്രമല്ല, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാവരും പറയും പണിയെടുക്കാനായിട്ട്. വിശ്വസിക്കാനല്ല കോൺഗ്രസ് നേതാക്കളെ ജനങ്ങൾ തിരഞ്ഞെടുത്തതും അംഗീകരിക്കുന്നതും. അല്ല, ആരാണെങ്കിലും അബിൻ വർക്കി പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെയല്ല പറയേണ്ടത്. യൂത്ത് കോൺഗ്രസ് ഇത് കൃത്യമായിട്ട് KPCC പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം, ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ വർത്തമാനം ഇങ്ങനെ നാട്ടിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതിലൊന്നും ഇടപെടുന്ന ആളുകളല്ല. കോൺഗ്രസിന്റെ സംസ്കാരം കൂടോത്രത്തിന്റെ പിന്നാലെയല്ല, നമ്മൾ കുട്ടിച്ചാത്തിന്റെ പിന്നാലെയല്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വിശ്വാസികളും അവിശ്വാസികളും ചേർന്നാണ് കോൺഗ്രസ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ കുട്ടിച്ചാത്തന്മാരിലുള്ള വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരെ ശാസ്ത്രീയ ബോധം വളർത്തി അവരെ തിരുത്തണം എന്ന് യൂത്ത് കോൺഗ്രസിന് പറയണം. അത് യാതൊരു തെറ്റുമില്ല, അത് പറയണോ അവര്. ഭംഗിയായിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് സ്വയം തിരുത്തണം. അതായത് എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയാൻ പാടില്ലായിരുന്നു. കാരണം അത് വിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചോട്ടെ. പക്ഷേ കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയ്ക്ക്, MP എന്ന നിലയ്ക്കും അത് പരസ്യമായി പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത് പ്രാകൃതമായ ഒരു കാര്യമാണ്. എല്ലായിടത്തും കൂടോത്രം ഇതാ ഇവിടെയുണ്ട് കൂടോത്രം എന്ന് പറഞ്ഞ് അവിടെയെല്ലാം ഒരു ആചാര്യൻ ആണ് വിളിക്കപ്പെടുന്നത്. ആചാര്യൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായി ഈ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അവിടെയാണ് സംശയം. ശ്രീകുമാർ മനയിൽ,
താങ്കളുടെ അറിവിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പരിപാടികൾ തുടങ്ങി അങ്ങനെ ഒരു മിനിറ്റ് അല്ല, അതായത് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് അത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞൊന്നും അല്ലല്ലോ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ ചർച്ചയിൽ ഒരു കാര്യവും പറയാറില്ല ശ്രീകുമാർ, ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു കാര്യവും പറയാറില്ല. കോൺഗ്രസ് നേതാക്കൾ തന്നെ, താങ്കൾ ഒന്നുകൂടി കേട്ടോളൂ, കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞതാണ്. കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളോട് മാധ്യമപ്രവർത്തകരോട് പറയുമല്ലോ. താങ്കൾക്കും അങ്ങനെ ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നുണ്ടാകും. ഈ വിവരം പുറത്തു പറയേണ്ടതായതുകൊണ്ട് ഞാൻ പറയുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പറയുന്ന ആചാര്യൻ ഒരൊറ്റ മന്ത്രവാദിയുമായിട്ടാണ് എല്ലായിടത്തും സഞ്ചാരം. ഇവിടെ കൂടോത്രമുണ്ട്, ഈ കൂടോത്രം ഇതാ ഇപ്പോൾ കണ്ടെത്തി പുറത്ത് എത്തിച്ചു തരുമെന്ന് പറഞ്ഞ് ഒരാളെ കൂട്ടിയിട്ടാണ് ഈ സ്ഥലത്തേക്ക് മുഴുവൻ. കരുണാകരൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, ഇന്ന് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ അടുത്ത് പോയിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയി. വേറെയും ചില നേതാക്കളെ അടുത്ത് പോയിട്ടുണ്ട്, എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. VD സതീശൻ്റെ അടുത്ത് പോയിട്ടില്ലാത്തവരുടെ പേരുകൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പോയിട്ടില്ല എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ പോയി ഈ തകിടുകൾ കണ്ടെത്തുന്നു. ഈ തകിടുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത്, നമ്മൾ കാണുന്നുണ്ട് ഒരു തകിട് കണ്ടെത്തുന്നത്, അതൊരു മാജിക് ആകാം. ഇതെന്താന്ന് വെച്ചാൽ ഈ സുധാകരൻ്റെ അല്ല, മറ്റൊരു നേതാവിൻ്റെ വീട്ടിൽ പോയി കൈയിൻ്റെ അത്ര ആഴത്തിൽ, ഒരു കൈയുടെ ആഴത്തിൽ എടുത്തിട്ടാണ് പുറത്തേക്ക് ഒരു സാധനം എടുത്തത്. അതിലൊരു തകിടുണ്ടായിരുന്നു, അതിൽ അറബിയിലായിരുന്നു കാര്യങ്ങൾ എഴുതിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടെത്തുകയും ആ വീട്ടുകാരാകെ ഭയക്കുകയും അവിടെ കൂടോത്രം നടന്നു എന്ന് പറയുന്നു. ഈ കാണിക്കുന്ന വ്യക്തി ഒരു മജീഷ്യനാണ്. ഈ മജീഷ്യൻ എല്ലായിടത്തേക്കും, ഈ മജീഷ്യനെയും കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സഞ്ചാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ഒരു ഗതി. അപ്പോഴത്തെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി ഇങ്ങനെ നടക്കുകയാണ് രാജ്യത്തുടനീളം, എല്ലാവരോടും ആഹ്വാനം ചെയ്ത് ഇതിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? ഇന്നിപ്പോൾ പ്രതികരിക്കാൻ പോലും പേരിന് ഒരാളില്ല. താങ്കൾ ഇന്ന് ന്യായീകരിക്കാതെ അവരെ വിമർശിക്കൂ, ആരെങ്കിലും ഒരാൾ പറയൂ. അല്ല ഞാൻ ആരെ ന്യായീകരിച്ചു? സ്മൃതി, ഞാൻ പറയുന്നത് കൂടോത്രത്തിന് കോൺഗ്രസിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല. കോൺഗ്രസ് നേതാക്കൾ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ആ സംസ്കാരത്തിന് ചേർന്നതല്ല. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ ശാസ്ത്രീയ ബോധം നൽകി തിരുത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് കോൺഗ്രസ് നേതാക്കളെ ന്യായീകരിക്കാൻ നിങ്ങൾ ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ലല്ല. അതായത് കെ സുധാകരൻ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? ആകപ്പാടെ തുറന്നു പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്രമാണ്. ഞാൻ എല്ലായിടത്തും ആചാര്യനെ കൊണ്ടുപോയി അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ലക്ഷ്യങ്ങൾ ഉണ്ടാകാം ശ്രീകുമാർ. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ആ വീഡിയോയിലെ ഒരു ശബ്ദം, ഒരു ദൃശ്യവും ഈ അദ്ദേഹത്തിൻ്റെതാണല്ലോ. കെ സുധാകരന്റെ ശബ്ദവും അപ്പുറത്ത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ഈ കുഴിച്ചെടുക്കുന്ന ആളെയാണ് അവിടെ കാണുന്നത്. അദ്ദേഹമാണ് അത്ര ഈ ആചാര്യൻ. അയാളെ പേര് ഞാൻ പറയുന്നില്ല. തെക്ക് നിന്ന് വന്ന ഒരു ആചാര്യനാണ്. ഇദ്ദേഹത്തെ കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ സഞ്ചാരം. എല്ലാവരും കൂടോത്രത്തിന്റെ പിടിയിലാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് വീടിന് ചുറ്റും ഇയാളെ കൊണ്ടുപോവുകയും എവിടെന്നെങ്കിലുമൊക്കെ തകിട് പുറത്തെത്തിക്കുകയും ചെയ്യും. എന്താ കഥ? അല്ല സ്മൃതി, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് ഞാൻ പറഞ്ഞ കഥയൊക്കെ ശരി തന്നെയാണെന്നേ. കാരണം ഒരാൾ അങ്ങനെ ഒരു ആചാര്യനോ ആരായാലും ഇങ്ങനെ നടക്കുന്നെങ്കിൽ അതിന് കോൺഗ്രസിന് എന്ത് ബന്ധം? കോൺഗ്രസ് ഇത് അംഗീകരിക്കുന്നില്ല, KPCC അംഗീകരിക്കുന്നില്ല, യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. ഇത് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ചർച്ച നടത്താനോ കോൺഗ്രസിന് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കോൺഗ്രസിന്റെ സംഘടനാപരമായ ഒരു ബന്ധവുമില്ല, ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത വിഷയമാണത്. നാണമില്ല ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക്. അതുകൊണ്ട് അവർ ചർച്ച ചെയ്യാൻ വരില്ല. അവരെന്താണ് കോൺഗ്രസ് വക്താക്കൾ എന്താണ് ചർച്ചയ്ക്ക് വരാത്തത്? ഞങ്ങൾക്ക് കൂടോത്രത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് നടക്കുന്നവർ ഇതാ ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പറയാൻ പറ്റണ്ടേ? എല്ലാവരും ഒഴിഞ്ഞു മാറുകയാണ്. രാജ്മോഹൻ ചോദിക്കൂ എന്നാണ് പറയുന്നത്. ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ വീട്ടിലും ഇദ്ദേഹം പോയിട്ടുണ്ടെന്ന് ഈ പറയുന്ന ആചാര്യനൊപ്പം. അല്ലാതെ തള്ളിപ്പറയാന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങൾ വെറുതെ അയാൾ പറഞ്ഞ തെറ്റാവേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇത് കോൺഗ്രസുമായിട്ട് ബന്ധമില്ലാത്ത വിഷയമാണെന്ന്. വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.